യേശുവേ എന്നൊരു വിളി വിളിച്ചാൽ ആ വിളി നിനക്കൊരു റീബർത്ത് തരും, ഒരു ന്യൂ ബിഗിനിങ് ദൈവം തരും. കരങ്ങളെ അടിച്ചു പറഞ്ഞാട്ടെ, ഇന്ന് രാത്രി യേശുവേ എന്ന് ആരെങ്കിലും വിളിക്കാൻ തയ്യാറാണെങ്കിൽ തകർന്ന നിന്റെ ഉള്ളത്തിനകത്ത്, ഉടഞ്ഞ നിന്റെ ഉള്ളത്തിനകത്ത് ദൈവശക്തി ഇറങ്ങി വരും. നിങ്ങൾക്ക് ദൈവം ചെയ്യാതെ വേറെ ആർക്ക് ചെയ്യാം? ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ മനുഷ്യനോടുള്ള ആശ്രയം നിർത്ത്. മനുഷ്യരിൽ ആശ്രയിക്കുന്നത് നിർത്ത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേ അക്ക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേ ചേട്ടാ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേ പാസ്റ്ററെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേ എന്നുള്ള നിർത്ത്. എന്നിട്ട് നീ പ്രാർത്ഥിക്കാൻ പഠിക്കേ. നിങ്ങളുടെ അപ്പൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും വേറെ ആൾക്കാരെ വിട്ടാണോ സംസാരിപ്പിക്കുന്നത്? എൻ്റെ അപ്പൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് ഒന്ന് സംസാരിക്കൂ, അങ്ങനെയാണോ? നിങ്ങളുടെ അപ്പൻ്റെ അടുത്ത് അമ്മയ്ക്കും വേണമെങ്കിൽ നിങ്ങൾ പോയി സംസാരിക്കണം. അതിന് വേറൊരാളുടെ സഹായം എന്തിനാ? വേറൊരാളുടെ സഹായം എന്തിനാ? ലെനീഷ് പാസ്റ്ററെ പ്രാർത്ഥിക്കണേ, അഖിൽ പാസ്റ്ററെ പ്രാർത്ഥിക്കണേ, റവറൻഡ് സുശീൽ പാസ്റ്ററെ പ്രാർത്ഥിക്കണേ, വേണ്ടത്. ഹല്ലേലൂയ. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വചനം പഠിപ്പിക്കാനാണ്, അല്ല നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വിടുതലയിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഹല്ലേലൂയ. പാസ്റ്റർമാരെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് വിടുതൽ കിട്ടുമോ? കിട്ടും. ആശ്വാസം കിട്ടും, സമാധാനം കിട്ടും. ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഡയറക്റ്റായിട്ട് ദൈവസന്നിധി പോകാനാണ്. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അഖിൽ പാസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ മിണ്ടാതിരിക്കരുത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ലെനീഷ് പാസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കരുത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരോ ഉണ്ടെന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കരുത്. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതിന് ഈ ബ്രാസൊന്നും വേണ്ട, അതിന് പായൊന്നും വേണ്ട, തലയണ പില്ലയൊന്നും വേണ്ട. നീ നിൽക്കുന്ന സ്ഥലം എവിടെയായാലും, പശുത്തൊട്ടിയാണെങ്കിലും പശുത്തൊഴുത്താണെങ്കിലും ബസ് സ്റ്റാൻഡിലാണെങ്കിലും വഴിയരികത്തിലാണെങ്കിലും കൊട്ടാരത്തിലാണെങ്കിലും കുടിലാണെങ്കിലും നിനക്ക് വേണ്ടിയിട്ട് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. നീ ഇരിക്കുന്ന സ്ഥലത്തോട് വിളിച്ചാൽ അവൻ ഇന്ന് രാത്രി ഇറങ്ങി വരും. Come on, let's start. ചോദിക്കേ എന്താ നിനക്ക് വേണ്ടതാ? എന്താണ് നിനക്ക് വേണ്ടതാ? ഇന്ന് രാത്രി പരിശുദ്ധ അമ്മ പറയുന്നു, what shall I do for you? Come on church. നിനക്കെതിരെ 10 പേര് എഴുന്നേൽക്കുമ്പോഴാണ് നിനക്ക് 1000 ബ്ലെസ്സിംഗ് നീ കാണുന്നത്. പറഞ്ഞേ, നിന്റെ കൂടെ നിൽക്കാൻ 1000 കർത്താവ് വേണ്ട, ഒറ്റ കർത്താവ് മതി. Praise the Lord.